ഹായ് മകളെ, എല്ലാവരും എക്സാമിൻ്റെ ഒരു തിരക്കിലായിരിക്കും അല്ലേ? ഓൾറെഡി നിങ്ങളുടെ എക്സാംസ് ഒക്കെ റണ്ണിങ് ആണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് എക്സാമിന് പാസ്സാവാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നിങ്ങൾ ആദ്യം തൊട്ടേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സാമിനേഷന് പാസ്സാവാൻ വേണ്ടി പറ്റും അല്ലേ? പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളൊരു റഷായിരിക്കും. അതായത് ആ ക്വസ്റ്റ്യൻ എന്താണ്, ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു മൊത്തത്തിലൊരു കൺഫ്യൂഷനിലായിരിക്കും ഇരിക്കുക. പക്ഷേ നിങ്ങൾ ആദ്യം തൊട്ടേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും ക്ലിയർ ആകും. കൂടാതെ നിങ്ങൾ ഒരുപാട് PYQs ഒക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി പോകുക അല്ലേ? അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പോഷർ എല്ലാം തന്നെ നിങ്ങൾ നേരത്തെ തൊട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ കാര്യം. നമ്മുടെ അഗ്നി ബാച്ചിൽ എന്ന് വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ക്ലാസ്സസ് പോകുന്നത്. അതായത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ എന്താണ്, കുറേ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുറേ എന്താണ് മൊഡ്യൂൾ എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടതിന് ശേഷം എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എന്താണ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ് നമ്മുടെ അഗ്നി ബാച്ചിനുള്ളത്. അപ്പോൾ ഈ വർഷവും എന്താണ് നമ്മുടെ അഗ്നി ബാച്ച് അവൈലബിൾ ആണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ നമ്മുടെ അഗ്നി ബാച്ചിന് 2 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2 വ്യത്യസ്ത പ്ലാനുകളിലായിരിക്കും നമ്മുടെ അഗ്നി ബാച്ച് അവൈലബിൾ ആയിട്ട് കിട്ടുക. അതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ബേസ് പ്ലാൻ ആണ്. സോ ബേസ് പ്ലാനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് ലെക്ചേഴ്സ് ഉണ്ട്, നോട്ട്സ്, അതുപോലെ DPP ആൻഡ് ടെസ്റ്റ്, കൂടാതെ ഇൻ-ആപ്പ് കമ്മ്യൂണിറ്റി ആൻഡ് റിവിഷൻ ലൈവ് സെഷൻസ്. ഇത്രയും ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ ബേസ് പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുക. പിന്നെ നമുക്ക് വരുന്നത് ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. സോ നമ്മുടെ ഇൻഫിനിറ്റി പ്ലാനിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പേൾ വീഡിയോസ് ഉണ്ടാവും, കൂടാതെ നമ്മുടെ ഇൻസ്റ്റാ ലേൺ, മൈൻഡ് മാപ്പ്, ഫോർമുല ഷീറ്റ്, ഇതുകൂടാതെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് അവൈലബിൾ ആയിട്ട് കിട്ടും. കൂടാതെ നമ്മുടെ ടോപ്പർ സീരീസ്, അതുകൂടാതെ വർക്ക് ഷീറ്റ് വിത്ത് ഡിസ്കഷൻ, ആക്സസ് ടു അപ്കമിങ് ബാച്ചസ്. അതായത് നിങ്ങൾ ലാസ്റ്റിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ബാച്ചസ് പോലെയുള്ള സ്പെഷ്യൽ ബാച്ചസ് നമ്മൾ എന്താണ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇൻഫിനിറ്റി പ്ലാൻ എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ ബാച്ചസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കൂടാതെ നിങ്ങൾക്കുള്ളത് ആക്സസ് ടു എൻ ഗെയിം റിവിഷൻ ബാച്ച്. അതിനെ പറ്റിയിട്ടാണ് മിസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അപ്കമിങ് ബാച്ചസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ 2 ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഫീച്ചേഴ്സാണ് വേണ്ടത്, ആ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുക്കുക. നമുക്ക് എന്താണ് നമ്മുടെ പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.